സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സന്ധ്യ മാം ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. Good evening, all. ഒരു ഇൻട്രോ പറഞ്ഞ് സ്റ്റാർട്ട്. Okay. ഗുഡ്. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ ഒരു ഫ്രീ വെബിനാറിന്റെ ജേർണിയിലൂടെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും ജീവിതത്തിൽ പകർത്തിയും ഒക്കെ മനോഹരമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്പീക്ക് ബെറ്റർ, കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് പലപ്പോഴും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ട് ഡീൽ ചെയ്യുന്ന ഒരു കാര്യം. പലർക്കും പേടിയാണ്, നമ്മൾ ഇത് സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു പേടി കാരണം മാറ്റി വെക്കുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സോ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് ഇന്ന് ബെറ്റർ ആക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ സന്ധ്യ മാം ആണ്. മാം ഒരു മോണ്ടിസോറി ടീച്ചറാണ്, ഇംഗ്ലീഷ് ട്രെയിനറാണ്. ഇന്റർമീഡിയറ്റ് ലെവലിലും IELTS ലെവലിലും ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രെയിനർ തന്നെയാണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയിൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ 2 month കോഴ്സിന്റെ ഒരു ബാച്ച് മാം നടത്തി വരുന്നു. സോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷന് നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ഒരു വെബിനാറിലേക്ക് എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സന്ധ്യ മാമിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat. Thank you so much. First of all, ഈ ഒരു വെബിനാറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന എല്ലാവർക്കും വെൽക്കം ചെയ്യണം എല്ലാവരെയും. താങ്ക് യു ഓൾ ഓഫ് യു ഫോർ ദിസ് വണ്ടർഫുൾ പാർട്ടിസിപ്പേഷൻ. ആൻഡ് എന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഓൾറെഡി റഹ്മത്ത് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വിംബിളിലെ ഫാക്കൽറ്റിയാണ്. ഞാൻ 2 month ബേസിക് കോഴ്സായിട്ട് 2 month അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് കോഴ്സ് 1 month, അങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിംബിളിൽ. ആൻഡ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതുവരെ ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഹലോ, നിങ്ങൾ ഒരു ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? സ്പീക്ക് ബെറ്റർ, കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ അല്ലേ? ഇത് നമുക്കൊരു പുതുമയുള്ള ഒരു ടോപ്പിക് അല്ല അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതോ ആദ്യമായിട്ട് പറയുന്നതോ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ഇത്. സോ ഞാൻ ഇന്ന് ഈ ടോപ്പിക് ഇവിടെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഫീൽഡിൽ ഒരു 4 years ആയിട്ട് ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ട്. ലാംഗ്വേജ് ട്രെയിനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ വിംബിളിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. സോ ഇപ്പോൾ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ മാം. സ്പീക്ക് ബെറ്റർ, കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നല്ലൊരു ഇൻട്രാക്ഷനിലൂടെ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ ഒരു 4 years ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 2 type ഓഫ് ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും വരാറ്. അപ്പൊ അതില് ഒന്ന് ഒരു ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതിന് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നഴ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ IT പ്രൊഫഷൻസ് ആയിക്കോട്ടെ, പല മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാറുണ്ട്. സോ അവിടെയൊക്കെ
ഞാൻ നേരത്തെ പറഞ്ഞ 2 തരം ആൾക്കാരെന്ന് പറയുന്നു. ഒന്ന്, ഈ ഒരു ലാംഗ്വേജ് അവർക്ക് അറിയാം, നമുക്കറിയാലോ, നമ്മളൊരു 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചു പോരുന്നുണ്ട്. ബട്ട് ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലേക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു ഹെസിറ്റേഷൻ. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ലാംഗ്വേജ് അവർക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുവരാറാണ് ചെയ്യാറ് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ലാംഗ്വേജ് പറയാനുള്ള ഒരു ഹെസിറ്റേഷൻ, അത് ബേസിക് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അവർ ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കാം. ബട്ട് എന്നാലും ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ അവർ നമ്മുടെ ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ അവർക്ക് ഈ പറയുന്ന ലാംഗ്വേജിലായിരിക്കും അവരുടെ ബുദ്ധിമുട്ട്. എന്നാൽ അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അവർക്ക് സംസാരിക്കാൻ, അവർക്ക് ഒരു ഐ കോണ്ടാക്ട് തന്ന് സംസാരിക്കാൻ, ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു പോസ്റ്റർ കീപ്പ് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി, അതായത് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ അവർക്ക് നന്നായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവർക്ക് ലാംഗ്വേജ് ആയിരിക്കും അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഓക്കെ, അതായത് ലാംഗ്വേജ് അവർക്ക് ഫ്ലുവൻ്റ് ആയിരിക്കാം, ബട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് സ്കില്ലാണ് ഇല്ലാത്തത്. അവർക്ക് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവില്ല. ഈ തരം 2 ആൾക്കാരെയാണ് നമ്മൾ ഇതുവരെ കണ്ടുപോന്നിട്ടുള്ളത്. ഒന്ന്, അവർക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാവില്ല. ഒന്ന്, അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാവും പക്ഷെ സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, അപ്പോ ഈ 2 തരം ആൾക്കാരെ കാണുമ്പോൾ ഇത് എവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നത്? ഈവൻ നമ്മൾ ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ടോ, അല്ലെ, നമ്മൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചെന്നുണ്ടെങ്കിൽ 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് അറിയാം. ഈവൻ ദോ ഇപ്പോഴും ഈ ഒരു 2 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയൂ. പ്രധാനമായിട്ടും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെയാണ്. യൂസ് ചെയ്യുന്നില്ല ലാംഗ്വേജ് അങ്ങനെ. യെസ്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല, വെക്കാബുലറി കുറവ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു മോശം, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു മോശമാണെന്നുള്ളൊരു ആൾക്കാർ ആ രീതിയിൽ നമ്മളെ വാലിഡേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വെക്കാബുലറി ഇല്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നം. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ ആദ്യം സംസാരിക്കുമ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ, നമുക്കിത് കിട്ടാതെ പോയത് എവിടുന്നാണ്? നമ്മളുടെ ചൈൽഡ്ഹുഡ് നിന്ന്, അല്ലെ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമുക്കിത് കിട്ടിയിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ 2 സ്കില്ല് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഇപ്പോഴും അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോ ഒരു മീറ്റിങ്ങിനൊക്കെ, ഒരു പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം മാർക്ക് കുറച്ച് കുറവാണ് എന്നുള്ള കാര്യമല്ലാതെ ഈ പറയുന്ന അവര് ഈ സ്പീക്കിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പറ്റീഷൻ അവർ പങ്കെടുക്കാത്തതിന്റെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിന്റെയോ, അതിന്റെ ഒന്നും പ്രശ്നങ്ങൾ അവർ പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടാറാണ്, അല്ലെ? അതൊരു വിഷയമല്ല, നമ്മളുടെ ഇടയിൽ അതൊരു വിഷയമല്ല. പക്ഷെ ഇത് കുട്ടികളും ഇത് ഇഗ്നോർ ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഒരു സ്പീക്കിംഗ് കോമ്പറ്റീഷൻ സ്കൂളിൽ നടക്കണമെന്ന് വിചാരിക്കുക. ടീച്ചേഴ്സ് അത് തന്നെ കുട്ടികളോട് പറയും, ഇന്ന ദിവസം നിങ്ങൾക്ക് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ ജോയിൻ ചെയ്യില്ല. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 2-3 കുട്ടികളെ മാത്രം അവർ സെലക്ട് ചെയ്ത് അവർ പഠിപ്പിക്കുകയും ആ കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയും ചെയ്യും, അല്ലെ? അപ്പോ ഞാൻ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ എപ്പോഴും ഓർഗി ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ ഒരു എല്ലാ ദിവസവും മസ്റ്റായിട്ട് ആ കുട്ടികളെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. അത് മാത്രമേ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗമുള്ളൂ, അല്ലെ? നമ്മൾ എന്ത് കാര്യം ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നോ അത് മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ. പിന്നീട് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നല്ല, ബട്ട് ഇറ്റ്സ് ടേക്ക് ടൈം.
അതിന് നമുക്ക് ഒരു സമയം, നമുക്ക് വിലപ്പെട്ട സമയം നമ്മളൊരു പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, ടൈം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇല്ലാത്തത്, അല്ലെ? അപ്പൊ ഇപ്പോഴും ഈ ഒരു കാര്യത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിൽ വന്നിട്ടുള്ളവരൊക്കെ പാരന്റ്സ് ആയിരിക്കും. അപ്പൊ അവരുടെ ഒരു അറിവിലേക്ക് ഞാൻ പറയാണ്, നമ്മുടെ കുട്ടികളെ ഈ പറയുന്ന ഇപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കോമ്പറ്റീഷനിൽ നീ പങ്കെടുത്തില്ല, എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ. ബട്ട് അത് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം ഏതൊരു പ്രൊഫഷനിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമുക്ക് എത്ര സ്കില്ല് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് പറഞ്ഞാലും, നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഫെയിലിയർ ആണ്. ഞാൻ കാണുന്നതാണ്. ഞാനിപ്പോ ഇത്രയും കാലങ്ങളായിട്ട്, അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, IT പ്രൊഫഷൻസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഹൈലി ക്വാളിഫൈഡ് ആണ്, അവര് സ്കിൽഡ് ആണ്, അവർക്ക് എല്ലാം അറിയാം. ബട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരവിടെ പതറും. എന്തെങ്കിലും ടീച്ചേഴ്സിന് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മീറ്റിംഗ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവരവിടെ പതറും. അപ്പൊ ഇതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ ഒരു വളരെ കോൺഫിഡൻസ് ലെവലിൽ പോയി പറയുമ്പോൾ അവർ ഇത്രയും പഠിച്ചു, ഇത്രയും ഒരു ഇതിലൊക്കെ ഒരു സ്റ്റാറ്റസിൽ അവർ ഇരിക്കുന്നു, എന്നിരുന്നിട്ടും അവർക്ക് അവരെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ആക്ച്വലി അവരൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണം. സ്പീക്ക് ബെറ്റർ, കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ എന്നുള്ള ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം അതാണ്. കാരണം ഇന്നും പലരുടെയും സങ്കടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. പ്രൊമോഷൻ കിട്ടിയാൽ നമ്മൾ ഒരു അവിടെയുള്ള കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എടുക്കുക, ഒരു പ്രോജക്റ്റ് നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യേണ്ടി വരും. അത് പേടിച്ചിട്ട് അവര് വേണ്ടാന്ന് വെക്കുകയാണ്, അവരുടെ പ്രൊമോഷന് വേണ്ടാന്ന് വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. റിയൽ ആണ്. ഓക്കെ, ഞാനിപ്പോ അടുത്ത് വരെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ടത് തന്നെ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മുടെ കുട്ടികൾക്ക് വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ ഇതിനെ വിടരുത്. എങ്ങനെ പോയാലും നമ്മൾ ഈ ഒരു അക്കാഡമിക് ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു അത് മാത്രം നമുക്ക് പോരാ. നമ്മുടെ കുട്ടികൾ ഇന്ന കാര്യങ്ങളിൽ സ്കിൽഡ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ അവര് കുട്ടികളൊക്കെ ഒരു ഇൻട്രോവേർട്ട് മോഡിലേക്ക് പോയി തുടങ്ങി, അല്ലെ? ഫോണിന്റെ ഒരു ഉപയോഗം വെച്ച് എല്ലാവരും ഓരോ റൂമിൽ അകപ്പെട്ട പോലെയാണ് ഇപ്പോ, അല്ലെ? അവര് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെങ്കിലും വന്നാൽ പോലും അവർ സംസാരിക്കാൻ വില്ലിങ് അല്ലാത്തൊരവസ്ഥയിലാണ് കുട്ടികൾ ഇപ്പൊ പോകുന്നത്, അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അതെ. ഇപ്പൊ ഇതില് രണ്ട് തരം ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പോ ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ അവര് ഭയങ്കര കംഫർട്ട് ആയിരിക്കും. അവര് സംസാരിക്കാന്, അവിടെ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഏത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോഴും കുടുങ്ങുന്നതാരാണ്? ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, അവർ റിസർവ്ഡ് ആയിരിക്കും, അവർ ടോക്കറ്റീവ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും എന്ന് വെച്ചാൽ അവര് എന്താ പറയാ, എല്ലാ കാര്യങ്ങളിലും വളരെ സ്പെസിഫൈ ചെയ്ത്, എല്ലാ കാര്യങ്ങളും വളരെ പഞ്ച്വൽ ആയിട്ട്, എല്ലാ ക്വാളിറ്റീസും അവർക്ക് ഉണ്ടാവും. ബട്ട് അവരെന്തായിരിക്കും? ഇൻട്രോവേർട്സ് ആയിരിക്കും. ഓക്കെ, എക്സ്ട്രോവേർട്ടിലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാനും, ആ ഒരു സറൗണ്ടിങ്സിൽ അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി അവർക്ക് നിൽക്കാനും, അവർക്ക് ചില്ലാവാനും അവർക്ക് സാധിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ വളരെ ബേസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ കോഴ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും, അതുപോലെ തന്നെ ലാംഗ്വേജ് ബെറ്റർ ആക്കാനും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഓരോ ആൾക്കാരും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഇവർ ഏത് തരം ആൾക്കാരാണ്, എന്ത് തരം ക്ലാസ്സസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക, എങ്ങനെയാണ് അവർ ഓപ്പൺ അപ്പ് ആക്കുക, എന്ത് സംസാരിക്കുമ്പോഴാണ് അവർ കുറച്ചും കൂടെ എനർജറ്റിക് ആവുന്നത്. ഇപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ കഴിയണം ഓരോ ആൾക്കാരും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട്. അത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് 2 month ബേസിക് കോഴ്സ്, ബാച്ചുകളായിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്.
ഓക്കെ, പിന്നെ അത് ഇന്റർമീഡിയറ്റ് കോഴ്സ് നമ്മൾ തുടങ്ങി. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. അതാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ 1-to-1 സെഷൻ നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം. പലരും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും മുഖത്ത് നോക്കി അവരൊന്ന് സംസാരിക്കാൻ. അതിന് ജോലിയുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിലും മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ഇതൊന്നും എന്താ പറയാ പ്രശ്നമല്ല ഇവിടെ. അതായത് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാം, അല്ല മ്യൂട്ട് ആക്കി വെക്കാം, ഗ്രൂപ്പിന്റെ ഉള്ളിൽ. ബട്ട് ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് ആവുമ്പോൾ അവരെന്തായാലും ക്യാമറ ഓൺ ചെയ്തവരിക്കലും മസ്റ്റാണ്. അപ്പൊ അവർ കുറച്ചൊരു ഹെസിറ്റേറ്റഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സൂപ്പർ ഇൻട്രോവേർട്ടാണ്. ഞാൻ ഒട്ടും ടോക്കറ്റീവ് അല്ല. ഞാൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ബട്ട് നമ്മുടെ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു ടീച്ചിങ് ആണ്, എനിക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് പ്രൊഫഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്റെ നേച്ചർ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ആ സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി എനിക്ക് കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ ഒക്കെ എന്താ പറയണ്ടേ ഈ ഒരു വിഷമങ്ങൾ, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന്, ഇത് രണ്ടും ഇല്ലാത്തവരുണ്ട്. ലാംഗ്വേജും ഇല്ല, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ വളരെ എന്താ പറയുക ഒരു പത്തറ്റിക് ആയിട്ടുള്ള വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു സെഷനും കൊണ്ട് ഞാൻ വന്നത്. എല്ലാവർക്കും അത് കുറച്ചു പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. എല്ലാവരും ഇന്ററാക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ ഇതുവരെ? യാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യാ, ഇപ്പം അതെ, ക്ലാസിന്റെ ബെനിഫിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തെല്ലാം ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ചെറിയ പോയിന്റ്സ് ആണ് നമുക്കൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, സ്പീക്കിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എന്താ പറയാ ടോക്കിംഗ്. എന്നുവെച്ചാൽ വെറുതെ സംസാരിക്കുന്നതല്ല അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെറുതെ സംസാരിക്കുക എന്നുള്ളതല്ല നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ എക്സ്ട്രോവേർട്സിനെ കുറിച്ച് പറഞ്ഞു. അവര് സംസാരിക്കും, അവര് ആൾക്കാരായിട്ട് ഇടപഴകാൻ വളരെ സ്മാർട്ടായിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, യാ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് വേണം? ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആദ്യം നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. അല്ലാതെ എന്തെങ്കിലും കുറെ സംസാരിക്കുക എന്നുള്ളതല്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിനോട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അല്ലെ. എന്നാലേ കേൾക്കുന്ന ആൾക്കാർക്ക് അത് കൺവീനിയന്റ് ആവുള്ളൂ അല്ലേ. അത് നമ്മള് കുറെ എന്താ പറയാ എന്താ പറയണ്ടേ, കുറച്ച് ഹാർഡായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ കടിച്ചാ പൊട്ടാത്ത വാക്കുകളോ അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്ലെ. നമ്മള് എന്താണോ എങ്ങനെയാണോ നമ്മളെ നേച്ചറിൽ നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെ കീപ്പ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ആരെ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു നേച്ചർ ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യത്തിനെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു ചെറിയ, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും മതി ബാക്കിയുള്ളവർക്ക്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു ഒരു ഫ്രേസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ വെക്കാബുലറി നമ്മൾ എന്ത് ഉപയോഗിക്കണം, ആ ഒരു ഫ്രേസിന് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന് ഇതിന്റെ ഒരു ഫോമാറ്റിനെ കുറിച്ചിട്ട് ഇതിനൊക്കെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. ഒന്ന് സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോപ്പർ പോസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സ്പീക്കിംഗ് എന്ന് പറയുന്നത് വെറുതെ സംസാരിക്കുക എന്നുള്ളതല്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നമുക്കുള്ള ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ വ്യക്തത, എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് നമ്മളെ കേട്ടിരിക്കാനും തോന്നുള്ളൂ അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഓക്കെ,
യെസ്. ഇനി ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഈ ലിസണിങ്ങില് ഈ പറയുന്ന ആൾക്കും അതുപോലെ തന്നെ കേൾക്കുന്ന ആൾക്കും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ പ്രീ വെബിനാർസ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിംബിൾ അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതെടുക്കാം. ഇതിലൊക്കെ അതായത് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? ഈ കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ റെസ്പോൺസ് വളരെ കുറവായിരിക്കും, അല്ലെ? അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ, അതായത് ഒരു നല്ലൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തായിരിക്കണം? നല്ലൊരു ലിസണർ ആയിരിക്കണം, അല്ലെ? അല്ലേ? അതെ. തീർച്ചയായിട്ടും. അപ്പോ ഈ നല്ലൊരു ലിസണർക്ക് വേണ്ടി ഒരു ക്വാളിറ്റി എന്താണ്? കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്നുണ്ട് എന്നൊരു ഉറപ്പ് വരുത്തുക. അതെ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. താങ്ക് യു സർ. അപ്പോ ഞങ്ങളിത് കേൾക്കുന്നുണ്ട്, അതിൽ യെസ് നോ അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസോ തരുമ്പോഴാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഓക്കെ, എന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഊർജം നമുക്കും കൂടെ കിട്ടുക, അല്ലെ? അപ്പൊ കുറച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പറയും, ബിക്കോസ് ദേ ആർ വെയിറ്റിംഗ് ഫോർ അസ്, അല്ലെ? നമ്മൾ കേൾക്കാൻ ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഉണ്ടാവണം. ഓക്കെ, പല സമയത്തും ഡ്രൈവ് ചെയ്യാണ്, സോറി ടു ബ്രേക്ക് യു. അതുകൊണ്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ക്ലാസ് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്ലീസ് കണ്ടിന്യൂ. അതൊന്ന് പറയണമെന്ന് തോന്നി. താങ്ക് യു ഫോർ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് മതി സർ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കേട്ടതിന് ശേഷം, അത് മനസ്സിലാക്കിയതിന് ശേഷം റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? നമ്മളൊരു കാര്യം നമ്മൾ കേട്ടു, അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാലേ, അല്ലെങ്കിൽ ആ പറയുന്ന ആൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മുഴുവനും മനസ്സിലായാലേ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെ? നമുക്ക് നല്ലൊരു റെസ്പോൺസ് കൂടെ കിട്ടണം, അല്ലെ? അപ്പോ ഇവിടെയാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി കൂടുന്നത്. എന്താണോ നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ കേൾക്കുന്നത്, ഇതെല്ലാം നമുക്ക് അറിവുകളാണ്. അപ്പൊ ഈ അറിവും കൂടെ ആയിരിക്കും നാളെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. എന്താണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതാണല്ലോ നമുക്ക് പുറത്തു വരിക. അപ്പോ നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നല്ലൊരു ലിസണർ ആയിരിക്കുക, കേൾക്കുക. അപ്പൊ ഒരാൾ എന്തെങ്കിലും പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി നമ്മൾ എന്തെങ്കിലും പറയാതിരിക്കുക, നന്നായിട്ട് മനസ്സിലായതിനു ശേഷം അതിനെ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുക. ഇതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ഈ ഒരു ക്വാളിറ്റീസിനൊക്കെ നമ്മളൊന്ന് കീപ്പ് ചെയ്യാം. നമുക്ക് ഒരു സ്റ്റെപ്പുകളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലില്ലാത്തതിന്റെ, ലാംഗ്വേജ് സ്കില്ലില്ലാത്തതിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടും ഇല്ലാതെ വരുന്നവരുടെ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫ്രീ വെബിനാറിൽ അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന ഒരു 5-6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു ഫ്രീ വെബിനാറിൽ ഇപ്പൊ നിങ്ങളിത് കേൾക്കും, ഞാനൊരു 6 പോയിന്റ് പറയും, നിങ്ങളത് കേൾക്കും, നിങ്ങളത് മറക്കും, അല്ലേ? അടുത്ത എന്തെങ്കിലും സെഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും, അല്ലേ? അപ്പോ ഇത് നമുക്കില്ല, ഈ ഒരു സ്കില്ല് നമുക്കില്ല. നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാർഗേ ഉള്ളൂ. എന്താണത്? അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെ നമ്മൾ നമ്മളെ തന്നെ കടത്തിവിടുക, നമ്മളെ തന്നെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ പറയുന്ന ഒരു മൈക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഹെസിറ്റേഷൻ നമുക്ക് അങ്ങനെ ഉണ്ടോ എന്നാൽ പിന്നെ നമ്മളതൊന്ന് ചെയ്തു നോക്കുക. ഒരു ക്യാമറ ഓൺ ചെയ്ത് ഇരുന്നിട്ട് നമുക്കൊരു ക്ലാസ് കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു പറയുന്നത് നമുക്ക് മുഖത്ത് നോക്കി നമുക്കത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുക. നമുക്ക് അതാണോ ഇല്ലാത്തത്, അത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ അതിന് കോൺഷ്യസ്ലി നമ്മൾ അതിലേക്ക് ഒരു എഫേർട്ട് ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. അല്ലാതെ ഈ മാം എനിക്കുള്ള പ്രശ്നം ഇതാണ്, അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. അത് ഫോളോ ചെയ്യുന്നവർക്ക്, അത് വൃത്തിയായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്.
അല്ല, ഇതൊരു പ്രശ്നമാണ്, എനിക്ക് കാലാകാലം ഈ ഒരു പ്രശ്നത്തിൽ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നവര് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ഹെൽപ്ലെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന ചില പോയിന്റ്സുകളൊക്കെ മനസ്സിൽ വെക്കുക. ഇതിനൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് അല്ലെ. ഇപ്പൊ ഞാൻ വിമ്പിളിൽ വന്നതിന് ശേഷം എനിക്ക് കാണാൻ പറ്റിയത് എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നവരായിക്കോട്ടെ, കേൾക്കുന്നവരായിക്കോട്ടെ, എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഓഡിയൻസ് ആണ്, സ്റ്റാൻഡേർഡ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് എല്ലാവരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെബിനാർസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതില് ഈ ഒരു കാരണം കൊണ്ട് മാത്രം സ്റ്റക്കായി പോകുന്ന കുറച്ച് പേരുമുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറെ കേട്ടിരിക്കുക എന്നുള്ളതല്ല, അത് കേട്ടിരിക്കും നമ്മൾ മറക്കും. അത് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റൊട്ടീനാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ വരുന്നവരോട് ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും, മാം ഒരു മാസം കൊണ്ട് എനിക്ക് ഫ്ലുവന്റ് ആവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറ്റും, നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 month മതി. അത് നിങ്ങൾ 2 month വരെ നിങ്ങൾ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ വരുന്നില്ല, വർക്കുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, പ്രാക്ടീസ് എക്സസൈസസ് തരുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല, then I am helpless. അതോ 1 മാസം കൊണ്ട് എനിക്ക് ഫ്ലുവന്റ് ആവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് വളരെ ബേസ് ആയിട്ടുള്ളവർക്ക് ബേസിക് പഠിക്കാൻ എങ്ങനെ ഒരു 2 month എടുക്കാറുണ്ട്. അത് കഴിഞ്ഞൊരു ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നവരുണ്ട്, അല്ല നേരിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് വന്നിട്ട് ബേസിക് പഠിക്കുന്നവരും ഉണ്ട്. പലതരത്തിലുള്ളവരാണ് നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞത് ഓക്കെയാണോ? 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. സ്പീക്കിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ടോക്കിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ലിസണിങ് ആണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ ആണ് മാം. Yes. ഓക്കെ, താങ്ക് യു. ദെൻ 21 ആണല്ലേ? അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് തിങ്ക് ദെൻ സ്പീക്ക്. ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാം. ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന് വന്നിരിക്കുന്നവര് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു ടെൻഡൻസി അവരിൽ കാണാറുണ്ട്. അത് ഈ ലാംഗ്വേജ് പഠിച്ച് വരുമ്പോ ഇപ്പൊ ഒരു ടോപ്പിക് ആണെന്ന് വിചാരിക്കാം, അധികം നമ്മള് എന്തും ടോപ്പിക്കാണ്, നമ്മുടെ ക്ലാസ്സിൽ എന്തും ടോപ്പിക്കാണ്, ഇന്നത് എന്നുള്ളതല്ല. ഞാൻ ഇന്റർമീഡിയറ്റ് കോഴ്സിന് ഞാൻ ചേരുന്ന സമയത്ത് സാർ എനിക്കൊരു ടോപ്പിക്ക് തരും, ഞാനത് എന്താ പറയാ കുറെ ബൈഹാർട്ട് ചെയ്യാന്നുള്ളതല്ല, കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് അങ്ങനെ പറയുകയാണ് ചെയ്യുക. അതിലേറെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യം ഞാൻ നോക്കുമ്പോൾ ഒരു കാഷ്വൽ ടോക്ക് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ സംസാരിക്കുന്നതുണ്ടല്ലോ, ഈ ഒരു കാഷ്വൽ ടോക്കാണ് നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ റിസൾട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുക, നമ്മളൊന്നും ഓർത്തെടുത്തിട്ടല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലുള്ളതാണ് പറയുക. അപ്പൊ നമുക്ക് എന്തും ടോപ്പിക്കാണ് ഇവിടെ. ഈ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാതും ടോപ്പിക് ആയിരിക്കും. എന്താണോ അന്ന് ചിലപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് അത് തന്നെ ആയിരിക്കും അന്നത്തെ ഒരു ടോപ്പിക്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒന്നും ഓർത്തെടുക്കേണ്ട കാര്യമില്ല, ഉള്ള ഇംഗ്ലീഷ് നമ്മുടെ പുറത്തേക്ക് വരും. ഉള്ള ഇംഗ്ലീഷ് വെച്ചിട്ട് അത് ഇനിയിപ്പോ ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അത് പുറത്തു വരും. അപ്പൊ എന്താണ്, എവിടെയാണ് ഇവരുടെ ഒരു വീക്ക് പോയിന്റ്, എവിടെയാണ് ഇവർക്ക് ഏത് ഏരിയയിലാണ്, ഗ്രാമറിന്റെ ഏത് ഏരിയയിലാണ്, ടെൻസസ് ആണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയസിലാണോ, എവിടെയാണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ആ ഒരു കറക്റ്റ്നെസ് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ ആരും ജഡ്ജ് ചെയ്യില്ല. വന്നിരിക്കുന്നവർക്കാണ് അവരെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ്. അവർ ആദ്യം തന്നെ പറയുന്നത് എന്തായിരിക്കും, മാം എനിക്ക് തീരെ അറിയില്ല, എനിക്ക് ഒട്ടും അറിയില്ല, ഞാൻ പഠിച്ചതൊക്കെ ഞാൻ മറന്നുപോയി എന്ന് പറയും. ഞാൻ പറയാം എനിക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞിട്ടൊന്ന് ഇരുന്ന് നോക്കൂ, അപ്പോഴേ നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തു വരുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ആദ്യം നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക. ഞാൻ പോരാന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്, എനിക്ക് ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ കുറേ ആദ്യം എന്താ പറയാ ഗ്രാമർ ഒന്നും ഇല്ലാതെ സംസാരിക്കുന്നുണ്ട്. ബട്ട് അത് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡായി. അവിടെ 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അവരൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. വെക്കാബുലറി ഒക്കെ കുറവായിരിക്കും, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, അതായത്
അവർ സംസാരിച്ചതിന്റെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഹാഫ് ആൻ അവർ ഞാനും കൂടെ സംസാരിക്കുമ്പോൾ അവർ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വെക്കാബുലറീസ് അവർ കളക്ട് ചെയ്യും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. ഇതുവരെയുള്ള റിസൾട്ട് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് എവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലാസ് കേൾക്കാം എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ബാച്ചിൽ അയർലൻഡിലുള്ളവരുണ്ടായിരുന്നു, കാനഡയിലുള്ളവരുണ്ടായിരുന്നു, ദുബായിലുള്ളവരുണ്ട് ഇപ്പോഴും. ഓക്കെ, സൗദി അറേബ്യയിലുള്ളവരുണ്ട്. പറയും. ഞാൻ സൗദി അറേബ്യ ജിദ്ദ. ഓക്കെ സാർ, വെൽക്കം സാർ. അപ്പോ എവിടുന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സുഖമാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ എങ്ങനെയാ ചാർട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ടൈം, ആർക്ക് ഏതാണോ ടൈം. അപ്പൊ നമ്മളൊരു ഫിക്സഡ് ടൈം നമ്മൾ വെക്കുമ്പോഴാണ് ഇതിൽ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോ 2 to 3 ആണ് നമ്മളൊരു ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ 2 to 3 ആഫ്റ്റർനൂൺ, അതായത് 1 hour ബേസിക് കോഴ്സാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. അപ്പൊ അവിടെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്നിരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഒരു 2-3 ദിവസം നമ്മൾ ഒന്ന് ലാഗ് ആയ അല്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ സ്പീക്കിങ്ങിലേക്ക് നമ്മൾ വന്നതായിരിക്കും, വീണ്ടും പൊടിതട്ടി എടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ തന്നെ ഒരു കണ്ടിന്യൂറ്റി വേണം ഇതിന്. ഓക്കെ, അപ്പോ അതൊരു പ്രശ്നമായിട്ട് പലരും ഫീൽ ചെയ്യാറുണ്ട്. സോറി, അപ്പൊ അത് കാരണം നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. ഇന്റർമീഡിയറ്റ്, ഇൻഡിവിജ്വൽ, അതൊരു ബേസിക്കും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ആളില് നമുക്ക് ഫോക്കസ് ചെയ്യാനും അറ്റൻഷൻ കൊടുക്കാനും നമുക്ക് എന്താണ് അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും അവര് ഇല്ലാത്ത എന്താ പറയാ അവരുടെ ലാംഗ്വേജിനൊക്കെ അവർ പെറുക്കിയെടുത്ത് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് നമ്മൾ റൺ ചെയ്ത് പോകുന്നത് ഇത്തരം ക്ലാസ്സസ് ആണ്. എന്ന് പറയുമ്പോൾ രാവിലെ ചില ടീച്ചേഴ്സ് ഒക്കെ വന്നു പോകുന്നത് ലഞ്ച് ബ്രേക്കിലാണ്. കേൾക്കണം, ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്ത് 1 hour ആണ് നമ്മുടെ ക്ലാസ്. ലഞ്ച് ബ്രേക്കിന് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നവരുണ്ട്. കാരണം അത്രയും നെസസറി ആണ് അവർക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അല്ലേ? അവർക്കൊരു കാര്യത്തിന് പ്രസന്റ്, കാരണം എവിടെയാണോ അവർ ഇരിക്കുന്നത് അവിടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഈ ഒരു ലാംഗ്വേജ് അറിയാത്തതിനെ കൊണ്ട്. അപ്പോ അങ്ങനെ വരുന്നവരുണ്ട്. എന്റെ ലാസ്റ്റ് ക്ലാസ് കഴിയുന്നത് 12 മണിക്കാണ്. അപ്പോ ആ ഒരു ടൈമേ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം, ഫ്ലെക്സിബിൾ ടൈമാണ്. ഏത് സമയത്താണോ നിങ്ങൾ അവൈലബിൾ ആവുന്നത് ആ ടൈമിൽ ഞാൻ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ രാവിലെയാണ് അവർക്ക് ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടില്ല, അവരുടെ ടൈം അതാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഉച്ചയ്ക്കാണ് മാം എനിക്ക് രാവിലെ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ക്ലാസ് ഇല്ലെങ്കിൽ ആ ടൈമിലേക്ക് അവർക്ക് കയറാവുന്നതാണ്. അവർ ആ ടൈമിൽ ഞാൻ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അത് കാരണം തന്നെ ഇതിനൊരു ഫിക്സഡ് ഒരു ടൈം ഇല്ല. എന്താണോ അവരുടെ ടൈം ആ ഒരു ടൈമിലേക്ക് നമ്മൾ അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് പോകുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കാനഡയിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഡിഫറെന്റ് ആണ്. അവിടെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രാത്രിയാണ്, ഇവിടെ രാത്രിയാണെങ്കിൽ അവിടെ രാവിലെയാണ്. അപ്പോഴും ചിലപ്പോൾ നമ്മൾ പുലർച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ക്ലാസ്സുകൾ പോവാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കോഴ്സ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒന്ന് ഈ ഒരു ലാംഗ്വേജ് സ്കില്ലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ പറയുന്ന എവിടെയാണോ നിങ്ങളുടെ ലെവൽ ഓഫ് ആ ഒരു ലാംഗ്വേജിന്റെ ലെവൽ ഇപ്പൊ എവിടെയാണോ ഇരിക്കുന്നത് അതൊരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും, പിന്നെ രണ്ടാമത് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ബാക്ക് ടു അവർ പോയിന്റ്. ഞാൻ നേരത്തെ സ്പീക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ലിസണിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് തിങ്ക് ദെൻ സ്പീക്ക് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? അതിൽ നമ്മൾ പറഞ്ഞത് ഡോണ്ട് സ്പീക്ക് ടു ഫാസ്റ്റ് എന്നുള്ളതാണ്, അല്ലെ? ഒരുപാട് സ്പീഡിൽ നമുക്ക് സംസാരിച്ച് വേഗം നിർത്തുക എന്നുള്ളതല്ല, നമ്മൾ സംസാരിക്കുന്നതിനൊരു താളമുണ്ട്, അല്ലെ? ഈ കേട്ടിരിക്കുന്നവർക്ക് അത് കേട്ടിരിക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ അതിനൊരു താളം, ഒരു പോസ് ഒക്കെ കൊടുത്ത് നമ്മൾ പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലാണ്ട് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു വേർത്ത് ആയിട്ടില്ല, കേൾക്കുന്നവർക്ക് വേർത്ത് ആയില്ല, വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും അത്, അല്ലെ?
അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു പോസ് ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ ഒരു 2 സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് അത് നല്ല രീതിയിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് നല്ലൊരു വെക്കാബുലറി അതിൽ ആഡ് ഓൺ ചെയ്യാനൊക്കെ ശ്രമിച്ച് ഒന്ന് ചിന്തിച്ച് നമ്മൾ അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. നമ്മളൊന്നും ചിന്തിക്കാതെ പറയുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഒരു 2 മിനിറ്റ് അതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്തിട്ട് സംസാരിക്കുക എന്നുള്ളത്. അല്ലേ? കണക്ട് ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ഓക്കെ യാ ഓക്കെ. യാ. അപ്പൊ ഇങ്ങനെ നമ്മള് വളരെ ബേസ് ആയിട്ട്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒട്ടും സംസാരിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ അറിയാത്തതല്ല, അവരതിന് ഫോഴ്സ്ഫുള്ളി എവിടെ അവര് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തന്നെ അതിനൊരു മുൻകൈ എടുക്കണ്ടേ. വേറെ ആരും നീ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ എത്തണം, അല്ലെങ്കിൽ നീ ഇന്നൊരു പൊസിഷനിൽ എത്തണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആദ്യം ആ ഒരു ആഗ്രഹം തന്നെ വരേണ്ടത്. അതില്ലാണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ അവരെ എന്താ പറയാ, അത് പറഞ്ഞിട്ടാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാറ്. കാരണം അവരെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇത്രയും പഠിച്ചിട്ടും, അതാണ് അവരാദ്യം പറയാ, ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഇപ്പോഴും ഒരു ലാംഗ്വേജിന്റെ ഒരു ക്ലാസ്സിൽ വന്നിരിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് വളരെ റെഡിക്കുലസ് ആയിട്ടൊരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. ഒക്കെ നമുക്ക് പാസ്റ്റിന് മാറ്റാൻ പറ്റില്ല. പാസ്റ്റിൽ ഒന്നിനും നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രസന്റിൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ അവരോട് ചോദിക്കാറ്. നിങ്ങൾക്ക് ഒരു അവൈലബിൾ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിൾ ടൈമില്ല, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സമയത്തേക്ക് ഞാൻ അവൈലബിൾ ആവാം. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ 1 hour ഒന്നല്ല, 1.5 hour, ചിലർ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങി ഒരു ക്ലാസ്സിലേക്ക് കയറി ഒരു 1/2 hour ആവും അവരൊന്ന് പിക്കപ്പ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നിങ്ങനെ സംസാരിച്ച് കയറി പോകാൻ. അപ്പൊ ചിലപ്പോ 1.5 hour, ചിലപ്പോൾ 2 hour ഒക്കെ എടുക്കാറുണ്ട് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങ് പോരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കാറ്. ഓക്കെ. അപ്പൊ അത്രയും ടൈം കൊടുത്തിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു ക്ലാസ്സിനായിട്ട് അത് കാണാറില്ല. ഓക്കെ. ഒരു ഫ്രണ്ട്ലി ടോക്കാണ് എപ്പോഴും വരാറ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസ് ആയിട്ടൊന്നും, ഐ മീൻ ക്ലാസിന്റെ രീതിയിൽ അതിന്റെ ഒരു ചിട്ടയും അതിന്റെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ. അതല്ലാണ്ട് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1 month ഒക്കെ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവര് അവരെങ്ങനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഓക്കെ. സോ ഇവിടെ ടോപ്പിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല 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 കാര്യങ്ങളും വരാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല കഥകൾ വരാറുണ്ട്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് വരാറുണ്ട്, കോളേജ് ലൈഫ് വരാറുണ്ട്, സീക്രട്സ് വരാറുണ്ട്. അങ്ങനെ പലതും നമുക്ക് ഇവിടെ ടോപ്പിക്കാണ്. നമ്മൾ എന്താ പറയാ, കേൾക്കാൻ വില്ലിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ക്ലാസ്സിന് വരാനും, ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നതെന്ന് അവര് ചില സമയത്ത് മറന്നുപോകും. 1 മണിക്കൂറൊക്കെ മുമ്പ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് അവരെത്താറുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് തിങ്ക് ദെൻ സ്പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പോസ് ചെയ്ത് സംസാരിക്കുക. രണ്ടാമത്, നമ്മളൊരു 2 മിനിറ്റെങ്കിൽ 2 സെക്കൻഡ് നമ്മൾ പറയുന്ന കാര്യത്തിനോട് അവെയർ ആവുക. നമ്മൾ എന്തെല്ലാം നമ്മൾ പഠിച്ച ഒരു വെക്കാബുലറി, വളരെ ഭംഗിയുള്ള ഒരു വെക്കാബുലറി നമുക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഇതൊക്കെയാണ് തിങ്ക് ദെൻ സ്പീക്ക് എന്നുള്ള ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ ബിൽഡ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ബോഡി ലാംഗ്വേജ്. ഓക്കെ. നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ, ഓക്കെ, ദാറ്റ് ഗിവ്സ് നമ്മൾ വിചാരിക്കാത്ത അത്ര കോൺഫിഡൻസ് നമുക്ക് തരും. നമ്മളൊരു പോസ്റ്റർ, നമ്മൾ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഒന്ന് വൈഡാക്കി, നമ്മൾ എന്താ പറയണ്ടേ, ഐ കോണ്ടാക്റ്റിനെ കീപ്പ് ചെയ്ത് ഒരു സ്മൈല്, അല്ലെ, മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി വെക്കുക, നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാനായിട്ട്, അല്ലെ. നമ്മളോട് എന്തും പറയാം എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ചിരിക്കുമ്പോൾ മാത്രമാണ്, അല്ലെ. ചിരിയില്ലാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ ചിരിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവരെന്താണ്, ഒരു അക്സെപ്റ്റബിൾ ആയിരിക്കും, നമുക്ക് എന്തും പറയാം അവരോട്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു ചിരി, ആ ഒരു പുഞ്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ തരത്തിൽ നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മൾ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ഓപ്പൺ പോസ്റ്റർ നമ്മൾ അത് വൈഡായിട്ടിരിക്കുക, ഐ കോണ്ടാക്ട് കീപ്പ്. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണെന്നുണ്ടെങ്കിലും ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ഹെസിറ്റേഷൻ അവർക്ക് ആ ചെറുപ്പം തൊട്ടിട്ട് മാറിയിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും അവരതിനെ മാറ്റി 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 ആരോടെങ്കിലും സംസാരിക്കാനുള്ള അത് എന്താ പറയണ്ട, ഇപ്പൊ ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ഉൾവലിഞ്ഞു പോവാണ്. ഞാൻ പോരാന്നുള്ള സെൽഫ് ബ്ലെയിമിംഗ് ആണ് അവിടെ ഫസ്റ്റ് വരിക. അപ്പൊ തന്നെ അവർ കോൺഫിഡൻസ് പോയി, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ആദ്യം അവര് ഒരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്കാണ് അവർ ആദ്യം വരിക. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മളെ ഫോഴ്സ്ഫുള്ളി എനിക്ക് ഇങ്ങനെ അല്ല ആവേണ്ടത്, എനിക്ക് ആവേണ്ട അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ തരത്തിലേക്ക് ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്, ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഒരു ടൈമിനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട്, ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈമിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഡെയിലി റൊട്ടീൻ ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 months, വളരെ ബേസിക് ആയിട്ടുള്ളവരാണെങ്കിൽ 2 months മതി. ദാറ്റ്സ് ഇനഫ്. അത് ആ ഒരു തരത്തിൽ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ മാർഗമുള്ളൂ. അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. 98% നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. ആൻഡ് 2% എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും എന്താ പറയാ ഒരു ബാക്കപ്പ് തരാനും മാത്രമാണ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഒരു മെന്റോ എന്നുള്ള രീതിയിൽ ഞങ്ങളെ പോലുള്ളവർക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വരുന്നവര് ആ ഒരു കാര്യത്തിന് അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാലും അത് ഈ പോയിന്റ് തന്നെയാണ്, അത് പ്രാക്ടീസ്. ഒരു പ്രാക്ടീസിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും നമുക്ക് അതൊരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പ്രീ വെബിനാറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താവും, നമ്മൾ കേട്ടും മറന്നു പോയി അല്ലെ. അതേസമയം നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു സർട്ടൻ ടൈം മതി നമുക്ക്. ഇപ്പൊ നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഫിയർ, ആങ്സൈറ്റി, നമുക്ക് എന്താ പറയണ്ടേ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആദ്യത്തെ ചോദ്യം അല്ലെ, അതാണ് ആദ്യം വരുന്ന ചോദ്യം, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യം. അപ്പൊ ഇതൊക്കെ മറികടന്ന് നമുക്ക് ഒന്ന് ഡ്രൈവിങ്ങിലേക്ക് എത്തി, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി, പിന്നെ നമ്മൾ ആരോടും സംസാരിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ തുടക്കമാണ് എപ്പോഴും എല്ലായിടത്തും പ്രശ്നം. ഈ തുടക്കത്തിൽ ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ബ്രെയിനിനെ അക്സെപ്റ്റ് ചെയ്യാൻ, എന്ത് കാര്യം പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ അതിന് ഭയങ്കര മടിയാണ്, അതൊരു ലേസിനെസ്സിൽ ഇരിക്കാൻ ആഗ്രഹിക്കും അല്ലെ. അപ്പോ അതിനെ നമ്മൾ മറികടന്ന് ഓവർകം ചെയ്ത് നമുക്ക് വേണ്ട ഒരു കാര്യത്തിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സക്സസ് ആണ്. അവിടെയാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. ആ ഒരു കാര്യത്തിനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അതൊരു പ്രോമിസ് നമ്മളോട് തന്നെ ചെയ്ത് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന് അത് സക്സസ് ആയിട്ട് 4 ആളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്. അത് നമുക്ക് വേറൊരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതല്ല, അത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പലരും വളരെ എന്താ പറയണ്ടേ, എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കുന്നവരുണ്ട് ഇവിടെ ക്ലാസ്സിൽ. സോ അവരോടൊക്കെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സസിനെ വളരെ ചിട്ടയോട് കൂടിയിട്ട് അവർ കൊണ്ടുപോകാൻ വില്ലിങ് ആകുമ്പോൾ പിന്നീട് അവർ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്, അത് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രാക്ടീസ്, അപ്പൊ ഇത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫോഴ്സ്ഫുള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ പാർട്ടാണ്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ നോക്കേണ്ട, ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആരോട് പ്രാക്ടീസ് ചെയ്യും, ആരോടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ? ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അതിനിപ്പം ലാംഗ്വേജ്, ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുക. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് എപ്പോഴും ഒരു ലാംഗ്വേജിന്റെ കാര്യത്തിൽ പലരും വന്ന് പറയുന്നത്. മാം, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് എനിക്ക് സംസാരിക്കാൻ ആരും കിട്ടിയിട്ടില്ല, അത് കാരണം ഇപ്പോഴും
ഞാൻ നിന്നോട് തന്നെ നിൽക്കുകയാണ് സാറ്. ഐ മീൻ മാമിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതിനെ വിടാതെ ഒരു സെൽഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക. ആരും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എങ്ങനെയാണ് ഈ സെൽഫ് ടോക്കിംഗ്, എങ്ങനെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താണ്, പിന്നെ ഒരാളുടെ ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോക്കിങ്ങിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഒരു ദിവസം 2 3 നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക. അവരുടെ നേച്ചർ എങ്ങനെയാണ്, അവർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, അവർ ആ ഒരു റിസർവ്ഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് പോരല്ലോ, അവരുടെ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. സോ അവര് സംസാരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ തന്നെ റിലേറ്റീവ്സിന്റെ കൂടെയോ ഫ്രണ്ട്സിന്റെ അടുത്തോ ആരോടെങ്കിലും ഒരു ദിവസം ഒരു 10 മിനിറ്റ് സംസാരിക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് സംസാരിക്കുക. അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നതിനെ കുറിച്ച് അവെയർ ആവുക. ഞാൻ എന്തിനാ സംസാരിക്കുന്നത്, വെറുതെ സംസാരിക്കുന്നതല്ല, ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയും വളരെ എന്താ പറയണ്ടേ, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വന്ന് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ സെൽഫ് ടോക്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മിറർ ടോക്കിങ്, പ്രോംപ്റ്റിങ്. അതും വളരെ എഫക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ കണ്ണാടിന്റെ മുമ്പിൽ നമ്മളെ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഒന്നല്ല, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചമ്മലോ എന്തൊക്കെയോ ഒരു ഹെസിറ്റേഷൻ ഉണ്ട് നമുക്ക്. ബട്ട് അത് നമ്മൾ 1 2 3 ദിവസം അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക് ഈ 2 കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മിറർ ടോക്കിംഗ് നല്ലതാണ്. കമ്മ്യൂണിക്കേറ്റീവിന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് മലയാളത്തിൽ നമുക്ക് സംസാരിക്കാം, നമ്മളോടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഒരു 100 ആൾക്കാരോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ ഈ മിറർ ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ചെയ്തു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഹലോ, കേൾക്കുന്നില്ലേ ആരും? കേൾക്കുന്നുണ്ട്. അതെ, ഈ മിറർ ടോക്ക് ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതാ. നേരത്തെ ഒക്കെ നോക്കിയിട്ടുണ്ട്, ഇപ്പൊ നോക്കിയിട്ടില്ല. അപ്പൊ അത് തരുന്ന ഒരു ഇമ്മൻസ് ആയിട്ടുള്ള ഒരു പിന്നെ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അതായത് നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോണതിന് മുമ്പ് ചെയ്തു നോക്കുമല്ല. അതാ ക്ലാസ് എടുക്കുന്ന അവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്തു നോക്കും അല്ലെ. നമുക്ക് ആ ഒരു പിന്നെ നമ്മളൊരു ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻവയറമെന്റിൽ തന്നെ ഇരിക്കാൻ നോക്കും. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ കാരണം നമ്മൾ വീട്ടിൽ ആരും സംസാരിക്കുന്നില്ലല്ലോ, നമ്മൾ മക്കളോടോ നമ്മളെ കുടുംബത്തിലുള്ളവരോടൊക്കെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ ആ ഒരു എൻവയറമെന്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് നമ്മളത് കേൾക്കുക, ആ ഒരു ലാംഗ്വേജ് തന്നെ കേട്ടിട്ട് ആ ഒരു എൻവയറമെന്റ്. ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ആദ്യം വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, എത്ര സമയം നിങ്ങൾക്ക് അതിൽ മേർജ് ചെയ്തിരിക്കാൻ പറ്റും, നിങ്ങൾ ഡിപ്പ് ചെയ്തിടുക അതിൽ. ഓക്കെ, ആ ഒരു ലാംഗ്വേജിൽ അത് കേൾക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് സ്വിച്ച് ചെയ്യാം, ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാം. കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും, അതുപോലെ തിങ്ക് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ കേൾക്കുന്ന പോഡ്കാസ്റ്റുകളായിക്കോട്ടെ, എല്ലാം ഡെലിബറേറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ലാംഗ്വേജിന് പലരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മാം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്, ഇപ്പൊ എനിക്ക് അതില്ലാതെ അത് പഠിക്കാതെ ഒരു നിവൃത്തിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കാറ്. അപ്പൊ അതിന് ഒരു നിവൃത്തിയില്ല, ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക, അതിനെ സ്നേഹിച്ച് തുടങ്ങുക. എന്നിട്ട് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു എൻവയറമെന്റ് ഉണ്ടാക്കുക, ഒരു ലാംഗ്വേജിൽ തന്നെ ഇരിക്കാനുള്ള ഒരു എൻവയറമെന്റ് ഉണ്ടാക്കുക. രാവിലെ എണീക്കുന്നത് കേൾക്കുന്നത് അതാവുക, ഒരു വൈകുന്നേരത്ത് കിടക്കാൻ നേരത്ത് നമ്മൾ കേൾക്കുന്നത് അതാവുക. ഓക്കെ, എല്ലാത്തിനും ഇംഗ്ലീഷിന്റെ ഒരു ആംബിയൻസ്, ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഇരിക്കുക. കേട്ടാൽ മാത്രം പഠിയുന്ന ഒന്നാണ് ലാംഗ്വേജ്, എഴുതി പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ. അത് സംസാരിക്കുകയും കൂടെ ചെയ്യുമ്പോഴേ അത് പുറത്തു വരുന്നുള്ളൂ. നമ്മൾ ഇത്രയും കാലം എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലെ,
നമുക്ക് എഴുതാൻ അറിയാം, നമുക്ക് വായിക്കാൻ അറിയാം. ബട്ട് എന്താണ്, നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അതിന് നമ്മൾ കേൾക്കുക, അത് പറയാൻ ശ്രമിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ ലാംഗ്വേജ് പോലെ വളരെ നിസ്സാരമായിട്ട് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയണ്ടേ, ഒരുപാട് എലാബറേറ്റ് ചെയ്യണ്ടാത്ത, വളരെ എന്താ പറയണ്ടേ, ഒരു ഇമോഷൻസിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അത് കേട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആ ഓരോ സെന്റൻസുകളും നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമുക്ക് സംസാരിക്കാനുള്ള വെക്കാബുലറീസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള റിസർച്ചിങ് ഒരു മെന്റാലിറ്റിന്നും കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, ഹിന്ദി കേട്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, പറയാൻ അറിയില്ല എന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ്ഡ് ആവുക. ലാംഗ്വേജ് പഠിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം ഡെലിബറേറ്റ്ലി അതിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. വേറൊന്നുമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. ഇത് മാത്രമാണ് ഇതിനൊരു മാർഗമായിട്ടുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ താങ്ക് യു all of your participation. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ ചോദിക്കാം, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് പ്ലീസ്. ഹായ് വേണു സാർ. ഓക്കെ, ടോപ്പിക് ഇസ് റിലവന്റ്. യെസ് സർ. ഇനി ഞാൻ എന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇരിക്കുന്ന Yes, sir. കുറെ പേർക്ക് ഞാൻ മിക്കപ്പോഴും ഫാക്ട് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ അലർജിയാണ് നമ്മുടെ നാട്ടുകാർക്ക് വന്നിട്ട്. ഫാക്ട്, ട്രൂത്ത്, അലർജിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷെ മലയാളം ആദ്യം നന്നായിട്ട് സംസാരിക്കാൻ തന്നെ മിക്കവർക്കും കഴിവില്ല. ആദ്യം മലയാളം ഒന്ന് ശരിയാക്കി ആ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മതി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വാക്കുണ്ട് ഭയങ്കര എന്ന് പറയും. വൊക്കാബുലറി എത്ര പൂറാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അയാൾ ഭയങ്കര പാവമാണ്. ഭയങ്കര എന്നുള്ള വാക്യവും പാവം രണ്ടും പൊരുത്തപ്പെടുന്നില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. അയാൾ ഭയങ്കര സ്മാർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാം എന്താണ് പറയേണ്ടത്? എനിക്ക് വല്ലാത്ത വിശപ്പാണ്. അയാൾ വെറും പാവമാണ്. ഇവിടെ ഇന്ന് എൻ്റെ ഈ ടോക്കിന് ഇതിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ഭയങ്കര 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 എത്ര തവണയാണ് ദിവസമുള്ള ഒരുപാട് പേര് പറയുന്നത്. അതുകൊണ്ട് ആദ്യം മലയാളത്തിൽ നന്നായിട്ട് ഒന്ന് ആശയവിനിമയം നടത്താനായിട്ടുള്ള കഴിവ് ആദ്യം വികസിപ്പിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്റ്റെപ്പ് നമ്പർ 1, ആദ്യം ഒന്നാമത്തെ കാര്യം സ്കൂളിലെ ടീച്ചർമാരെ എല്ലാവരെയും അവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇത്രയെല്ലാം മോശമായിരിക്കുന്നതിന് മെയിൻ ഉത്തരവാദിത്വം ഈ സ്കൂളിലെ ടീച്ചേഴ്സിനാണ്. ക്ലാസ് റൂമിലെല്ലാം 1 വേ ആയിട്ട് കുറെ ഇൻഫർമേഷൻ പറയുന്നു, പിള്ളേർ നോട്ട് ചെയ്തെടുക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു. അവിടെ ഒരു ഡയലോഗ് ഇല്ല. ക്ലാസ്സിലെ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതാണ് ടീച്ചേഴ്സിന്റെ. പിന്നെ എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരുന്നത്? ഒരു സിമ്പിൾ ഒരു സജഷൻ കൂടെ പറഞ്ഞാൽ നിർത്താം. മലയാളം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റാണ് ആ പീരീഡ് ഉണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിൽ 30 പിള്ളേരാണുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ഓരോ കുട്ടിയിലും അവർ നേരത്തെ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ 3 മിനിറ്റ് അവർ വീട്ടിൽ നിന്ന് ആലോചിച്ചിട്ട് വന്നിട്ട് അടുത്ത ദിവസം 3 മിനിറ്റ് അവർ സംസാരിക്കണം ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ച്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു വർഷം കുറഞ്ഞത് ഒരു 6 തവണയെങ്കിലും ഒരു 10-30 പിള്ളേരെ അഭിമുഖം ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ടുള്ളത് വരും. പ്രത്യേകം ഒരു എഫർട്ടും വേണ്ട. 3 മിനിറ്റ് ഇത് ഒന്ന് ചെയ്താൽ മതി, നടക്കും. അതിന് ആരാണ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സാണ്. നല്ലൊരു ശതമാനം ടീച്ചേഴ്സ് വന്നിട്ട് വെറും നല്ലൊരു ശതമാനം, ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിച്ചിട്ടില്ല, വെറും നോക്കുകൂലി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ്. നോ കമ്മിറ്റ്മെന്റ്, പാഷൻ ഫോർ ടീച്ചിങ്. That is my conclusion. Thank you. Thank you, sir. Thank you for your participation and valuable words also.
സാർ പറഞ്ഞത് വളരെ റെലവെന്റ് ആയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു 3 മിനിറ്റ് എങ്കിലും കുട്ടികൾക്ക് ദിവസം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ബിക്കോസ് എന്നെ പോലെയുള്ളവര് കാണുന്ന കുറെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന കുറെ ആൾക്കാരിലാണ്. കാരണം ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലില്ലാണ്ട്, അതുപോലെ തന്നെ ഒരു ലാംഗ്വേജിൽ അവർക്ക് ഒരു സ്കില്ലില്ലാണ്ട്, എന്നാൽ അവരൊരു പോസ്റ്റിൽ ഇരിക്കുന്നുണ്ടാവും. സോ ദാറ്റ് വാസ് അൺഫോർച്ചുനേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാവുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കമ്മ്യൂണിക്കേറ്റീവ് എന്താ പറയാ, ബെറ്റർ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ട് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട്. മാം, ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും ലാംഗ്വേജ് സ്കില്ലും കോൺട്രവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടേംസ് തന്നെയാണോ? നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണമെങ്കിൽ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അത് തന്നെയല്ലേ ഇത് എന്ന് എനിക്കൊരു സംശയം പോലെയുണ്ട്. ഒന്നത്. അതിന് മുമ്പ് പറഞ്ഞ സാറിന് മലയാളത്തിലെ ഭാഷ വളരുന്നുണ്ടെന്ന് എനിക്ക് മുമ്പ് പറഞ്ഞ ബഹുമാനപ്പെട്ട സാറ് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ചൂർനാട് കുഞ്ഞമ്പള്ളി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഭാഷ മലയാള ഭാഷയല്ല. ഈ ഭയങ്കരം എന്ന് പറയുന്ന വാക്ക് ഇത് ഇന്നത്തെ രീതിയിൽ ഉപയോഗിക്കുന്ന സാറിനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കേൾക്കുന്നയാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാ വാക്ക് അവിടെ വിജയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വ്യഭിചാരം എന്നുള്ളൊരു വാക്കുണ്ട്. അതിന്റെ പദോൽപത്തി എന്ന് പറയുന്ന സാധനത്തിലാണോ അത് ഉപയോഗിക്കുന്നത്? നെയ്യപ്പം എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് ആ പ്രദേശത്തിലോ ആ പഞ്ചായത്തിൽ പോലും കാണുകയില്ല. അപ്പൊ ഈ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ്. അത് അതിന്റെ ലക്ഷ്യം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാപ്തി അതിൽ നേടി എന്നുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത് ടീച്ചറിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റീവ് സ്കില്ലും മറ്റേ ഈ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലും ഏകദേശം ഒന്ന് തന്നെ, ഒന്നില്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം. ഓക്കെ, താങ്ക് യു. യെസ് സാർ, ഞാൻ അതിന്റെ ആൻസർ പറയാം. അതെ, ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു സ്കില്ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോ ആ ലാംഗ്വേജ് സ്കില്ലില്ല, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു ഫ്ലുവൻസിയിൽ എത്തിയിട്ടില്ലാത്തതിന്റെ പ്രശ്നം പറയുന്നവരും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്തായാലും എന്താ പറയാ, നമ്മള് സംസാരിക്കുന്ന കാര്യത്തിനോടുള്ള ഒരു കോൺഫിഡൻസ്. ഞാൻ നേരത്തെ ഇത്രയും നേരത്തെ ഒരു 6 കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് നമുക്കൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയാൻ പറ്റുക, അല്ലെ? നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടാവുമ്പോഴാണ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ലാംഗ്വേജ് ആണ് ഇവിടെ ഒരു വില്ലൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് ഇത് രണ്ടും ബാലൻസ്ഡ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് ഉണ്ടായാലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് വാട്ട് ഐ മെന്റ് സർ. സാറിന് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വെരി ക്ലിയർ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക്ഫുൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം കൺവീനിയന്റ് ആവാന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ഭാഷയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഈ ഭാഷ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്, അല്ലെ? അല്ലാണ്ട് അതില് ഒരുപാട് നമ്മൾ പിന്നെ എന്താ പറയണ്ട, ഒരു ക്രോണിക് ആയിട്ടുള്ള വെക്കാബുലറീസ്, അഡ്വാൻസ്ഡ് ലെവൽ വെക്കാബുലറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങോട്ട് എന്താ പറയണ്ടേ, ക്രിട്ടിക്കൽ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന കാര്യത്തിന് കൺവിൻസ് ചെയ്താൽ മതി, അത്രേ വേണ്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത്. ബട്ട് ഇത് ഗ്രാമർ വൈസ് നമ്മൾ പഠിക്കുമ്പോൾ 2 month നമ്മൾ എന്തിനാണ് ഈ ഗ്രാമർ പഠിക്കുന്നത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കേട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം, അല്ലെ? അതായത് നമ്മൾ ലാംഗ്വേജ് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് സംസാരിക്കുന്നിടത്ത് പോകണം. ഇപ്പൊ എനിക്കറിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം ഈ ലാംഗ്വേജ് പഠിക്കാൻ ഗോവ പോയി. ഗോവയിൽ നിന്ന് അദ്ദേഹം പഠിച്ച് ഒരു 1.5 year പഠിച്ച് അതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് വന്നതിന് ശേഷമാണ് അദ്ദേഹം ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ കുറെ സെന്റൻസുകൾ വേണം നമുക്ക് സംസാരിക്കാന്, അല്ലെ? ഫ്രേസസ് വേണം നമുക്ക് സംസാരിക്കാന്, വെക്കാബുലറി വേണം നമുക്ക് സംസാരിക്കാന്. അപ്പൊ ഇതൊക്കെ ഒരു ക്ലാസ്സിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു 2 month നമ്മൾ ഈ ഒരു ഗ്രാമർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മളൊരു ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്?
ഈ പറയുന്ന 2 സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണോ നമ്മൾ പറയുന്നത് അത് കൺവീൻസ് ആവണം. പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാരന്റ്സ്, അമ്മമാര് കൃത്യമായിട്ട് ഈ ക്ലാസ്സിന് വന്നിട്ട് നോട്ട്സ് അവരിത് വളരെ വൃത്തിയായിരിക്കണം. അത് മസ്റ്റാണ് എനിക്ക്. അവർ ക്ലാസ്സുകൾ സെൻഡ് ചെയ്യണം എനിക്ക്. ഞാൻ അവരോട് പറയാം, നിങ്ങളുടെ കുട്ടികൾ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അത് വായിക്കാൻ തോന്നണം. അതിൽ കുറച്ച് പൂക്കളൊക്കെ വരച്ചോളൂ, ബട്ടർഫ്ലൈസിനെ വരച്ചോളൂ, മേഘങ്ങളെ വരച്ചോളൂ. അവർക്ക് നിങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അവർ മറച്ചു നോക്കിയാൽ മനസ്സിലാവാൻ പാകത്തിന് നിങ്ങൾ ഗ്രാമർ, നിങ്ങളുടെ നോട്ട് ബുക്ക് അവിടെ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ ഫീഡ് ചെയ്യുന്നോ, നിങ്ങൾ എങ്ങനെ ഫുഡ് കൊടുക്കുന്നോ, അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ലാംഗ്വേജിൽ. ഓക്കെ, അപ്പൊ അത് അമ്മമാര് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പാരന്റ്സ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 month ബേസിക് കോഴ്സ് ഇത്രയും എന്താ പറയണ്ടത് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം അതാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുക. എന്തിനാണ് നമ്മൾ ഇത്രയും എന്താ പറയുന്നത് ഗ്രാമർ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക. അത് പറഞ്ഞു കൊടുക്കാൻ ചിലർക്ക് അറിയാറില്ല. അത് പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരും ബ്ലെയിം ചെയ്യുന്നതല്ല. ആരും അത്ര ഡീറ്റെയിൽഡ് അതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് എവിടേക്കോ നമുക്കിത് മിസ് ഔട്ട് ആയിട്ടുണ്ട്, നമുക്കത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് വലിയ കാര്യമില്ല. നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കിയാൽ മതിയല്ലോ. എത്രയോ സബ്ജക്ട്സ് ഉണ്ട്, അതിൽ ടോട്ടൽ മാർക്കാണ് നമ്മുടെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ ഒരു കൺസേൺഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുള്ളത്. സോ ഇപ്പോ 8 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. യെസ് സർ. ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവ് എത്ര മോശമാണെന്നുള്ള പ്രൂഫാണ്. അടുത്ത കാലത്ത് ഞാൻ പേര് പറയുന്നില്ല, പേര് പറയേണ്ട ആവശ്യമില്ല. രാജ്യസഭയിൽ ഒരു MP കർണാടകയിൽ പോയി ഇംഗ്ലീഷിൽ എന്തൊക്കെ സംസാരിക്കുന്നുള്ള എല്ലാവരും കണ്ടാണ്. ആ ട്രോളൊക്കെ നിൽക്കുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ LLB എല്ലാം ഉണ്ട്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫസറാണ്, ഒരു മന്ത്രിയാണ്. അവരെങ്ങനെയാണ് അവർ പറഞ്ഞെന്നുള്ളത് ഞാൻ എന്റെ വീടിന്റെ തലയിൽ ചോന്നുകൊണ്ട് പോവാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടില് ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഫാക്റ്റാണ്. വളരെ വളരെ ഇതാണ്. പക്ഷെ ഒരു ഉളുപ്പുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ then sir. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, ഓൾ ഓഫ് യു. താങ്ക് യു. നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിംബിളിൽ നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റെക്കോർഡ് വരുമല്ലോ അല്ലേ മാഡം? അതിന്റെ റെക്കോർഡ് വരും. ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വിംബിളിലേക്ക് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ then, താങ്ക് യു all of you. ജേക്കബ് സർ, താങ്ക് യു. ഓക്കെ മാഡം. താങ്ക് യു. Okay, ma'am. Yeah.